Hello guys, welcome back to another episode of Fun Time News Vlog. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് അറിയാലോ വിഷു ആണ്. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഇന്നത്തെ വിഷു കണിയാണ് ഈ കാണുന്നതെല്ലാം. ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കൃഷ്ണന്മാർ കുറേ പേരുണ്ട്. ഇത് ഉടുപ്പി കൃഷ്ണനാണ്, കാണല്ലോ. പിന്നെ വാൽക്കണ്ണാടി, കൊന്നപ്പൂവൊക്കെ വാടിപ്പോയി. പിന്നെ ലൈക്ക് പയറ്, ചെറുപയർ, പൊടിയരി, പരിപ്പ്, കടല, ക്യാപ്സിക്കം, ചക്ക, തക്കാളി, വെള്ളരിക്ക, മത്തങ്ങ, തേങ്ങ, പൈനാപ്പിള്, ആപ്പിള്, എല്ലാ സാധനങ്ങളുണ്ട്. പിന്നെ കുങ്കുമമുണ്ട്, മഞ്ഞൾ, പിന്നെ കുറച്ച് ഗോൾഡ്, അതേപോലെ പിന്നെ കുറച്ച് കോയിൻസ് ഉണ്ട്. എല്ലാം ഇപ്പം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എല്ലാവരും വിഷു കണി ഒരുക്കുന്നവരാണെങ്കിലും വിഷു കണി കാണുന്നവരാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഒരു കസവ്, മഞ്ഞക്കൊടിയുടെ മുകളിലാണ് നമ്മൾ ഉണ്ണിക്കണ്ണ ഇരിക്കുന്നത്. പിന്നെ പിന്നിലൊരു ഉണ്ണിക്കണ്ണ ഇരിപ്പുണ്ടേ, കണ്ടോ? ഓക്കെ. പിന്നെ വാൽക്കണ്ണാടി ഉണ്ട്, അതെ, ഉടയാടുണ്ട്. പിന്നെ അപ്പം നമ്മൾ വിഷു എന്ന് എല്ലാ കാലവും നമ്മൾ ആഘോഷിക്കുന്ന നമ്മുടെ ഒരു ട്രഡീഷണൽ ഫെസ്റ്റിവലാണ്. അതായത് ഒരു വർഷം ആരംഭിക്കുന്നത് വിഷു മുതലാണ് എന്നുള്ളതാണ് ഐതിഹ്യം. അപ്പം ഈ ട്രഡീഷണൽ ഫെസ്റ്റിവൽ നിങ്ങളോട് ചോദിക്കുന്നു, ഈവൻ എന്താണ് വിഷു, എന്തിനു വേണ്ടിയാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവുണ്ടോ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാമായിരുന്നു, പക്ഷെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയത്തുമില്ല. നമുക്ക് വിഷു എന്ന് പറയുന്നത് നമ്മൾ കേട്ട് അല്ലെങ്കിൽ കണ്ട് പണ്ട് കൊച്ചിലെ അച്ഛൻ, അമ്മ അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളൊക്കെ നമുക്ക് കൊണ്ടുവരുന്നു, കൈനീട്ടം തരുന്നു. വിഷു എന്ന് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ആദ്യം വരുന്നത് കൈനീട്ടമാണ്. ഇവിടെ മോശമല്ല, ഇവിടെ ഒരാൾ എന്നോട് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് കൈനീട്ടം എനിക്ക് വേണം, കൈനീട്ടം വേണം. അതുതന്നെയായിരുന്നു പരിപാടി. പിന്നെ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഞങ്ങളൊരു വിഷു വിഷുവിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ട്. വിഷുവിൻ്റെ ഫോട്ടോഷൂട്ട് ചെയ്തത് ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ചെയ്ത വേറെ ആരുമല്ല, നിമ്മയുടെ കസിൻ, അതെ, നിമ്മയുടെ കസിൻ ബ്രദർ, അതെ, അർജുനും കൃഷ്ണയും. എടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവർ നാളെ നമുക്ക് ഫോട്ടോ എടുത്ത് തരുമല്ലോ. അപ്പോൾ അവർ രാവിലെ ഞങ്ങൾ വെളുപ്പിനെ എണീച്ച്, കാരണം ഇപ്പോൾ ഇവിടെ സമ്മർ സ്റ്റാർട്ടായതുകൊണ്ട് തന്നെ ഒരു ആഫ്റ്റർ 7 o'clock ഇത് ഹ്യൂമിഡിറ്റി സ്റ്റാർട്ടായിട്ടില്ല, പ്രോപ്പർ ഹ്യൂമിഡിറ്റി സ്റ്റാർട്ടായിട്ടില്ല. ഈവൻ ദോ എന്താ പറയുക, ഒരു ചൂടിൻ്റെ ഒരു ഇത് 37 ഡിഗ്രി ഒക്കെ വന്നിട്ടുണ്ട്. സോ 37 ഡിഗ്രി വന്നതുകൊണ്ട് തന്നെ യെസ്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെളുപ്പിന് ഒരു 4:30 ആയി അവരുടെ വില്ലേജ് പോയി അവരെയും പിക്ക് ചെയ്ത് ഞങ്ങളിവിടെ അടുത്തുള്ള ഒരു പാർക്കിൽ പോയി ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് ഒരു വീഡിയോ ഒക്കെ ചെയ്ത് ഇട്ടു. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞു വന്നത് കുറച്ച് ഡൈവേർട്ടായിപ്പോയി. എന്താണ് വിഷു? പലർക്കും അറിയായിരിക്കും, പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാറുന്നത് പോലെ ആർക്കെങ്കിലും ഒക്കെ അറിഞ്ഞുകൂടാതെ ഉണ്ടെങ്കിൽ അവർക്കൊരറിവ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. വിഷുവിനെ കുറിച്ച് അതിൻ്റെ ഐതിഹ്യവും എല്ലാം കുറേ പേർക്ക് അറിയായിരിക്കും. അപ്പം ഞങ്ങളുടെ അറിവ് ഞങ്ങൾ അറിഞ്ഞുകൂടാത്തവർക്ക് പകരുന്നു എന്നേ ഉള്ളൂ. അറിഞ്ഞുകൂടാത്തവർക്ക് ഒരു അറിവിന് വേണ്ടിയിട്ട്. പലർക്കും വിഷുവിനെ കുറിച്ച് വലിയ പിടിയില്ല. അപ്പോൾ വിഷു എന്ന് പറയുന്നത് ശരിക്കും മലയാളികൾക്ക് 2 വിഷുവുണ്ട്. വിഷു എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈക്വൽ എന്നുള്ളതാണ്. അതായത് പകലും രാത്രിയും ഒരേ ഈക്വൽ ആയിരിക്കും.
അതായത് ഇപ്പോൾ 12 മണിക്കൂർ പകലാണെങ്കിൽ തിരിച്ച് 12 മണിക്കൂർ കറക്റ്റായിട്ട് രാത്രിയായിരിക്കും. അങ്ങനെ ഇതിൻ്റെ ദൈർഘ്യം ഈക്വലാണ് എന്നുള്ളതാണ് ഈ വിഷു എന്നുള്ള വാക്കിൻ്റെ സംസ്കൃത വാക്കാണ് വിഷു. അതിൻ്റെ അർത്ഥം അങ്ങനെയാണ്. അപ്പോൾ മേടമാസത്തിലും ഉണ്ട്. മേടം 1 എന്ന് പറയുന്നതും വിഷുവാണ്, തുലാം 1 എന്ന് പറയുന്നതും വിഷുവാണ്. അതിൽ ശരിക്കും കാർഷിക വൃത്തിയായിരുന്നു നമ്മുടെ കേരളത്തിലെ മെയിനായിട്ടുള്ളൊരു തൊഴിൽ. അപ്പോൾ കൃഷി ഇറക്കുന്നതും അതിൻ്റെ വിളവെടുക്കുന്നതുമാണ് ഈ സംഭവം. ഈ മേടം 1 തുലാം 1 എന്ന് പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ഒരു വർഷത്തെ കംപ്ലീറ്റ് സമൃദ്ധി നമ്മൾ ഭഗവാന് വിഷ്ണു ഭഗവാനാണ് വിഷു എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനം. വിഷ്ണുവിൻ്റെ രൂപമാണ് ശ്രീകൃഷ്ണൻ. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ പ്രധാനമായിട്ട് കൃഷ്ണൻ്റെ വിഗ്രഹം വച്ചിട്ട് വിഷു വയ്ക്കുന്നത്. അപ്പം നമുക്കുള്ള സമൃദ്ധി നമ്മൾ ഭഗവാന് അതിൻ്റെ ഒരു അംശം കൊടുക്കുന്നു. അതിലേറ്റവും നല്ലത് നോക്കി നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വിത്ത് ഇറക്കുന്നതിന് മുന്നേ നല്ല വിത്തിനം അവർ വിഷുവിന് വയ്ക്കും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നവധാന്യങ്ങൾ വെച്ചിട്ടുള്ളത്, അതായത് വിത്ത് എന്നുള്ള രീതിയിൽ. അതായത് മുന്നേ ഞാൻ കാണിച്ചു തന്ന ആ ചെറുപയർ, പിന്നെ നമ്മുടെ എന്താ പറയുക അരി, വൻപയർ, പിന്നെ കുറച്ച് സെറിയൽസ്, റൈസ്, അങ്ങനത്തെ ഉള്ള കുറച്ച് കാര്യങ്ങളെ നിങ്ങൾ കാണിച്ചത് അതുകൊണ്ടാണ്. കാരണം നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ടോ, മീൻസ് ലൈക്ക് കഴിക്കുന്നതെന്ന് വെച്ചാൽ നോൺ വെജ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ മണ്ണിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാകുന്നുണ്ടോ, നമുക്ക് വീട്ടിൽ എന്തൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടോ, അതെല്ലാം നമുക്കൊരു പുതുവർഷമായിട്ട് നമുക്ക് ഇനിയും ഒരുപാട് കാലങ്ങൾ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരോട് ജീവിക്കാനും സമൃദ്ധിയോടുകൂടി ഐശ്വര്യത്തോടുകൂടി ജീവിക്കുക, ഒരു ഹാപ്പി, നമ്മുടെ എല്ലാവരും ഹാപ്പി ലൈഫ് ആഗ്രഹിക്കുന്നതാണ്. ഹാപ്പി ലൈഫിൻ്റെ അകത്ത് ഒരുപാട് സ്ട്രഗിൾസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ എന്നാൽ നമുക്ക് ഓരോ സ്റ്റെപ്പ് നമ്മൾ കടന്ന് പോകണം. അപ്പം ഈ ഒരു ദിവസം നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കണം. ഈ ദിവസം നമ്മൾ എല്ലാ ദിവസവും ഹാപ്പി ആയിരിക്കണം. ഞാൻ ജസ്റ്റ് ഈ ദിവസം ഞാൻ പറഞ്ഞു വെച്ചാൽ ഇന്ന് നമുക്ക് വിഷു ആണ്. അപ്പോൾ വിഷുവായിട്ട് നമ്മൾ എന്താ പറയുക, വർഷം ആരംഭിക്കുകയല്ലേ. അപ്പോൾ തുടക്കം നല്ലതായിരുന്നാൽ ഒടുക്കം വരെയും ആ ഒരു സന്തോഷവും ആ സമൃദ്ധിയും നിലനിൽക്കും എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. വിഷുവിൻ്റെ 2 ഐതിഹ്യമാണുള്ളത്. അതിലൊന്ന് എന്ന് പറയുന്നത് നരകാസുരനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് എല്ലാ ദേവഗണങ്ങളും ദേവന്മാരും എല്ലാവരും വന്നിട്ട് പറയും, നരകാസുരൻ ഭയങ്കര ശല്യമാണ്, അതായത് വളരെ നീചനായിട്ടുള്ള ഒരു അസുരനാണ്. അങ്ങേര് വന്നിട്ട് ബ്രഹ്മാവിൻ്റെ നിന്ന് തപസ് ചെയ്തിട്ട് വരം നേടിയിട്ടുണ്ട്. വരം എന്താണെന്ന് വെച്ചാൽ അമ്മ ഭൂമിദേവിയാണ് നരകാസുരൻ്റെ. അപ്പോൾ അമ്മയിലൂടെ മാത്രമേ മരണമുണ്ടാവൂ എന്നുള്ള ഒരു വരം നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീകൃഷ്ണനും സത്യഭാമയും ഗരുഡനുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് പോവും, ഗരുഡവാഹനൻ ആയിട്ട്. അപ്പോൾ നരകാസുരനെ വധിക്കാനായിട്ടാണ് സത്യഭാമയെ കൊണ്ടുപോകുന്നത്. ഭൂമിദേവിയുടെ ഒരു അവതാരമാണ് സത്യഭാമ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സത്യഭാമയും കൂട്ടിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ നരകാസുരനെ വധിക്കുന്ന ദിവസമാണ് വിഷുവായിട്ട് ആഘോഷിക്കുന്നത്. അത് ഒരു ഐതിഹ്യം. മറ്റൊന്ന് എന്ന് പറയുന്നത് രാവണനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ രാമായണത്തിൽ. അപ്പോൾ രാവണൻ എന്ന് പറയുന്നതും വളരെ വളരെ നീചനായിട്ടുള്ളൊരു രാക്ഷസനാണ്, ഭയങ്കര അഹങ്കാരിയായിട്ടുള്ള രാക്ഷസനാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ രാവണൻ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂര്യനെ ഉദിക്കാനായിട്ട്, അതായത് കിഴക്ക് സൂര്യനെ ഉദിക്കാനായിട്ട് നമ്മുടെ രാവണൻ സമ്മതിച്ചിട്ടില്ല. കാരണം അവരുടെ കൊട്ടാരത്തിലേക്ക് സൂര്യൻ ഉദിച്ച് രശ്മികൾ വരുന്നത് രാവണന് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ സൂര്യനെ അതുകൊണ്ട് തന്നെ വിലക്കിയിരുന്നു. അതുകൊണ്ട് സൂര്യൻ ഉദിക്കാറില്ല അവിടെ. എന്ന് രാവണനെ വധിച്ചോ അന്നാണ് സൂര്യൻ അവിടെ ഉദിക്കാൻ തുടങ്ങിയത് എന്നുള്ളൊരു ഐതിഹ്യമുണ്ട്. അത് വെച്ചിട്ടും അവിടെയുള്ളവർ വിഷു ആഘോഷിക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റും ഉണ്ട്. അങ്ങനെ 2 ഐതിഹ്യങ്ങളാണുള്ളത്. പിന്നെ വിഷുവിന് നമ്മൾ മെയിനായിട്ട് വയ്ക്കുന്ന കണിക്കൊന്നയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കണിക്കൊന്നയുടെ ഐതിഹ്യം എന്ന് പറയുന്നത് നമ്മുടെ രാമായണത്തിലെ ഒരു ഭാഗം തന്നെയാണ് അതിനും പറയുന്നത്. ബാലിയെ ശ്രീരാമൻ വധിക്കുന്നത് ഒരു മരത്തിൻ്റെ പിന്നിൽ ഒളിഞ്ഞു നിന്നിട്ടാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ മരത്തിന് ബാലിയെ കൊന്ന മരം എന്ന് പറഞ്ഞ് അത് ഷോർട്ടായി കൊന്നമരമായിട്ട് മാറി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കണിക്കൊന്ന ഒന്നും ചെയ്യാതെ ഒരു പഴി കേൾക്കുന്നു എന്നുള്ള രീതിയിൽ ഭഗവാനോട്, ശ്രീരാമനോട് വന്ന് ചോദിക്കും, ഞാനൊന്നും ചെയ്യാതെ എൻ്റെ പേരിങ്ങനെ
എന്താണ് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലേ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനെന്താണ് ഒരു മോചനം എന്ന് ചോദിക്കുമ്പോൾ ശ്രീരാമൻ പറയും, നിനക്ക് വരും നാളുകളിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്താണ് പുഷ്പമായിട്ട് മാറും ഞാൻ, കാരണം നീ പ്രശസ്തി നേടും എന്ന് പറയും. അതാണ് നിൻ്റെ പാപമോചനം എന്ന് പറയും. അപ്പോൾ കണിക്കൊന്നയുടെ ഐതിഹ്യം എന്ന് പറയുന്നത് ഒരു നാടോടി കഥ ഉള്ളത്. ഒരിടത്ത് ഒരു നാട്ടിൽ ഒരു അമ്മയും മകനും ഉണ്ടായിരുന്നു. ആ അമ്മ ഭയങ്കര കൃഷ്ണഭക്തയായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞിന് ഓരോ ദിവസവും കൃഷ്ണൻ്റെ ഓരോ കഥകളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞും ഭയങ്കര കൃഷ്ണഭക്തനായിട്ട് മാറുകയാണ്. അങ്ങനെ എല്ലാ ദിവസവും അവർ അമ്പലത്തിലൊക്കെ പോയി തൊഴും, ഭഗവാനോട് പ്രാർത്ഥിക്കും. അപ്പോൾ ഒരു ദിവസം ഈ കുഞ്ഞ് വന്നിട്ട് അമ്മയോട് പറയും, ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു, ഭഗവാൻ ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഭഗവാൻ അരയുന്നൊരു കിങ്ങിണി എനിക്ക് പ്രസാദമായിട്ട് തന്നു എന്ന് പറയും. അപ്പോൾ അമ്മയും ഒരുപാട് സന്തോഷമാവും. ഭഗവാൻ പ്രസാദമായിട്ട് കിങ്ങിണി കൊടുക്കുക എന്നുള്ള ഒരു സന്തോഷം കാരണം അവരെല്ലാവരോടും പറയും ഭഗവാൻ ഇങ്ങനെ കിങ്ങിണി കൊടുത്തു മകന് എന്നുള്ളത്. അപ്പോൾ ഈ കേൾക്കുന്ന ആൾക്കാർക്ക് അത് അവർ വിചാരിക്കുന്നത് ഇവർ മോഷ്ടിച്ചതാണ്, ഇവരെന്നും അമ്പലത്തിൽ പോകുന്നതല്ലേ, അപ്പോൾ അമ്പലത്തിൽ നിന്ന് അവർ മോഷ്ടിച്ചതാണ് എന്നുള്ള ഒരു ചീത്തപ്പേര് ഈ അമ്മയ്ക്കും മകനും ഉണ്ടാവുകയാണ് ചെയ്യണം. അങ്ങനെ അതിൽ മനം നൊന്നിട്ട് ഈ അമ്മയും മകനും അമ്പലത്തിൽ വന്നിട്ട് ഭഗവാനോട് പറയും, ശ്രീകൃഷ്ണൻ തന്ന ഈ കിങ്ങിണി ഞങ്ങൾ മോഷ്ടിച്ചതാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്, എല്ലാവരും പറയുന്നത്. അവിടെ നിന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണം, അല്ലാതെ ഈ കിങ്ങിണി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവർ വലിച്ചെറിയും. അത് വന്ന് വീഴുന്നത് ഒരു മരത്തിലാണ്. അത് ഈ കൊന്ന മരത്തിലാണ് വന്ന് പതിക്കുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മഞ്ഞ നിറത്തിൽ നമ്മുടെ കണിക്കൊന്ന പൂവ്, ആ മരത്തിൽ ഒരു പൂ പോലും ഉണ്ടായിരുന്നില്ല. ഇത് വന്ന് വീഴുന്നതിന് ശേഷം കംപ്ലീറ്റ് നമ്മുടെ കണിക്കൊന്ന അതിൽ പൂത്ത് വരും. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഈ മഞ്ഞപ്പൂവ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ബാലിയുടെ കഥയിൽ കൊന്ന മരത്തിന് ഒരു അനുഗ്രഹം കിട്ടിയത്, അതിവിടെ ഇതാണ്. കൊന്നപ്പൂവായിട്ട് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് അടുത്ത ഇതിൽ വന്നു. അതായത് ഈ കിങ്ങിണി എന്ന് പറയുമ്പം ആൾക്കാർ വേറെ ജസ്റ്റ് എല്ലാവർക്കും ലൈക്ക് നമ്മുടെ ഇതുണ്ടല്ലോ, എന്താ പറയുക, അരിഞ്ഞാണത്തിൻ്റെ അതാണ് കൃഷ്ണൻ ഊരി കൊടുത്തത്. അപ്പം ആ ഒരു കൊന്നപ്പൂവിൻ്റെ എന്താ പറയുക, അതിൻ്റെ മൊട്ടുകളും അതേപോലെ നമ്മൾ ഈ അരിഞ്ഞാണത്തിൻ്റെ ഇത് കണ്ടോ, ചെറിയ ലൈക്ക് ബോൾ ടൈപ്പ് ഷേപ്പാണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇല്ലെങ്കിൽ കണ്ടോ കാണാമായിരുന്നു. ഇത് കണ്ടോ, ചെറിയ ചെറിയ ബോൾ പോലെ കിടക്കുന്ന ഇതാ ആ കൊന്നപ്പൂൻ്റെ. നിങ്ങൾ കണ്ടിട്ടുള്ളതൊക്കെ അറിയാം, എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി നമ്മൾ കാണിച്ചു കൊടുത്തേ ഉള്ളൂ. അതെ. അപ്പൊ അതാണ് കൊന്നപ്പൂവിന്റെ കഥ. അങ്ങനെ ഞങ്ങളും ഈ വർഷത്തെ വിഷു വളരെ സന്തോഷപരമായി ആഘോഷിച്ചു. പിന്നെ വിഷമം വെച്ചാൽ അച്ഛനും അമ്മയൊന്നും അടുത്തില്ല. നമ്മുടെ ആ കുട്ടിക്കാലത്തെ ആ ഒരു വിഷു ഒക്കെ ഇനി തിരിച്ച് നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കുന്നു. അല്ലാതെ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനൊന്നും പറ്റില്ല. നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. സോ ഹാപ്പി വിഷു ടു ഓൾ മൈ ഫ്രണ്ട്സ്, ഫാമിലീസ്, എന്നെ സ്നേഹിക്കുന്നവർക്കും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്കും വൺസ് അഗൈൻ ഹാപ്പി വിഷു. ദാറ്റ്സ് ഇറ്റ്. ഇനി നമ്മൾ നല്ലൊരു വീഡിയോയുമായി നെക്സ്റ്റ് വരുന്നതാണ്. പിന്നെ ഇടയ്ക്ക് കുറച്ച് ഞങ്ങൾ മുന്നേ പറഞ്ഞ പോലെ കുറച്ച് ഫോട്ടോഷൂട്ടിൻ്റെ ഫോട്ടോസ് ഈ വീഡിയോയുടെ ലാസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നതാണ്. അതും പറയാൻ പോയി. നിമ്മിയുടെ ബ്രദർ, പുള്ളിക്കാരൻ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി കൂടെയാണ്. പുള്ളിക്കാരൻ്റെ വൈഫും ഉണ്ട്. ചേട്ടൻ വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൂടാതെ ഇത് പാഷൻ ആയതുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഈ വീഡിയോ കാണുന്നതൊക്കെ ഞങ്ങളുടെ ഷോർട്സ് കണ്ടിട്ടുള്ളതൊക്കെ ഫോട്ടോഗ്രാഫി എന്തെങ്കിലും ആവശ്യമല്ല ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ഓൺ ദിസ് വീഡിയോ. പുള്ളിയുടെ കോൺടാക്ട് നമ്പേഴ്സ് എല്ലാം വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ അത് ഫോർവേഡ് ചെയ്യുന്നതാണ്. കാരണം നല്ല വൃത്തിക്ക് പുള്ളി ഫോട്ടോഗ്രാഫി ചെയ്യും, എഡിറ്റിംഗ് ചെയ്യും, അതിൻ്റെ ഔട്ട്പുട്ടും നല്ലൊരു ഇതായിരിക്കും. ജസ്റ്റ് ഇത്രയും പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു, അതുകൊണ്ടാണ് അത് എടുത്തു പോകുന്നത്. സോ ഹാപ്പി വിഷു, ബൈ ബൈ.